പ്രൈസ് ഗോഡ്. Praise God. നമുക്കെല്ലാവർക്കും മാതാവിനെ ഇഷ്ടമല്ലേ? നാം എല്ലാവരും അമ്മയോട് പ്രാർത്ഥിക്കുന്നവരല്ലേ? നമ്മിൽ പലരും ഏറ്റവും ആദ്യം പഠിച്ച പ്രാർത്ഥനയും മാതാവിനോടുള്ളതായിരിക്കും. ജീവൻ പെരിയുന്നതിന് തൊട്ടു മുൻപ് ഈശോ നമുക്ക് നൽകിയ സ്നേഹ സമ്മാനമാണ് അമ്മ. ആ അമ്മയാകട്ടെ നമ്മെ എല്ലാവരെയും മക്കളായി സ്വീകരിച്ച് സ്നേഹിച്ച് സ്വന്തമാക്കുന്നു. ഈശോയിൽ നിന്നും നമുക്ക് വേണ്ടി നന്മകൾ ചോദിച്ച് വാങ്ങിച്ചു തരുന്നു. ആ അമ്മയെ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒന്ന് പ്രകീർത്തിച്ചാലോ? ഉണ്ണി ഈശോയെ വളർത്തി വലുതാക്കിയ ആ അമ്മയുടെ അരികിലേക്ക് നമ്മുടെ എല്ലാ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചാലോ? ഒരു കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോയ അമ്മയ്ക്ക് ആ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചാലോ? അമ്മ വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് അമ്മയെ ഒരുമിച്ച് ചേർന്ന് പ്രകീർത്തിക്കാം. Kanya, Kanya sa
പ്രിയപ്പെട്ടവരെ, നമുക്ക് അന്ത്യത്താഴ രംഗത്തിലേക്കൊന്ന് പോയാലോ? ഊട്ടുശാലയിൽ ഈശോയും ശിഷ്യന്മാരും. ഈശോയുടെ ഇരുവശങ്ങളിലുമായി അവർ നിൽക്കുന്നു. ഈശോയുടെ മാറത്തേക്ക് ചാഞ്ഞു കിടക്കുന്ന യോഹന്നാൻ. ഈശോ വളരെയധികം ടെൻസ്ഡ് ആണെങ്കിലും യോഹന്നാനെ ഡിസ്റ്റർബ് ചെയ്യുന്നേയില്ല. സ്നേഹമുള്ള അപ്പൻ്റെ മാറിൽ ചാഞ്ഞു കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ അത്രയും ഫ്രീഡത്തോടുകൂടി കിടക്കുന്ന യോഹന്നാൻ. അത്രമാത്രം സ്നേഹം ഈശോയോട് യോഹന്നാൻ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ കിടക്കുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പക്കൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് അതാണ്. അത്രയും നിഷ്കളങ്കമായി ഉള്ളു തുറന്ന് പൂർണ്ണ ഹൃദയത്തോടുകൂടി ഈശോയെ സ്നേഹിക്കുവാനായി. ശിഷ്യന്മാര് സ്വന്തം ജീവനേക്കാളും അധികമായി ഈശോയെ സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്ന്. ശിഷ്യന്മാരുടെ ആ സ്നേഹത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, അത്രയേറെ കൊതിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കുവാനായി പരിശ്രമിക്കാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അത്രയേറെ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. എൻ്റെ ജീവനേക്കാളും ഈശോയെ നീ എനിക്ക് വലിയതാണ്. ഈശോയെ നീ എനിക്ക് വലിയതാണ്. അങ്ങേക്ക് ഞങ്ങൾ ആരാധന പാടുന്നു. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ജീവനേ കാളും നീ
തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഭൂമിയിൽ പിറക്കാൻ സമയമായപ്പോൾ അവിടുന്ന് ഏറ്റവും വിശുദ്ധമായ ഒരിടം അന്വേഷിച്ചു. പർദീസ പോലെ വിശുദ്ധമായ ഒരിടം. അശുദ്ധിയുടെ കറത്തൊട്ടി
തൊട്ട് തീണ്ടിട്ടില്ലാത്ത ഒരിടം അവിടത്തേക്ക് പിറക്കുവാനായി വേണമായിരുന്നു. അതിനായി അവിടുന്ന് മാതാവിന് ജന്മം നൽകി. ഉത്ഭവ പാപത്തിൻ്റെ കറ പോലും പുരളാതെ അവിടുന്ന് പരിശുദ്ധ അമ്മയെ സൃഷ്ടിച്ചു. ആ അമ്മ ഈശോയ്ക്ക് പാർക്കാനുള്ള പറുദീസയായി മാറി. അമ്മയാകുന്ന പുണ്യാശ്രമത്തിൽ ബാലനായ ഈശോ വളർന്ന യുവാവായി മാറി. വചനം പറയുന്നു, ശിശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ജ്ഞാനമായ അമ്മയുടെ മകനായി പിറന്ന ഉണ്ണീശോ ജ്ഞാനം തന്നെയായ അമ്മ വളർത്തിയപ്പോൾ ഈശോ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ദൈവപുത്രനായി മാറി. നമുക്ക് ആ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മ വളർത്തിയതുപോലെ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കാനായിട്ടുള്ള അനുഗ്രഹത്തിനായി. ഈശോ പോകുന്നതിന് തൊട്ടു മുൻപേ ആ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി നമുക്ക് നൽകി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അരെ വാ, എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെയും ഈശോയുടെയും അമ്മ ഒറ്റ അമ്മ. അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് അമ്മയെ ഒന്ന് പ്രകീർത്തിച്ചാലോ? ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിന് പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിന് പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ
മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ അമ്മ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മയുടെ പുത്രനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനുള്ള ആ വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങാം.